ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പൂരം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമേ ഒന്ന് പറയട്ടെ, ഇത് പൂരം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം. ഇനി പൂരം നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ പൂരം നക്ഷത്രക്കാർക്ക് 2025 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ ഗുണദോഷ സംവത്സരമായിട്ടാണ് ഫലം കാണുന്നത്. എടുത്തു പറയേണ്ടത്, നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു ശത്രുഭയം മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ. നിങ്ങൾ പണത്തിന് വേണ്ടി അന്യായമായ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വന്നുവിടുന്നതാണ്. അത് സൂക്ഷിച്ച് ചെയ്യുക, മറ്റു കഴിയാവുന്നത് ഒഴിവാക്കുക. മറ്റൊന്നും കൊണ്ടല്ല, അന്യായമായ കാര്യങ്ങൾ അപകടം വരുത്തി വെക്കാനുള്ള സാധ്യതയുണ്ട്. പണത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അതിൻ്റെ 3-4 ഇരട്ടി കിട്ടുന്ന പണത്തിൻ്റെ 3-4 ഇരട്ടി പിന്നീട് അതിനു വേണ്ടി ചിലവാക്കേണ്ടി വരുന്നതാണ്. ആ പ്രവൃത്തിയിൽ തന്നെയുണ്ട് ന്യായമല്ലാത്തത്. അപ്പോൾ നമ്മൾ തെറ്റ് അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വരവിനേക്കാൾ അധികം ചിലവ് ഉണ്ടാകുന്ന സമയമാണ്, അധികരിച്ചിരിക്കുന്ന സമയമാണ്. വിദേശ ജോലിയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള യോഗം കാണുന്ന സമയമാണ്. സന്താനങ്ങൾക്കൊക്കെ ഗുണകരമായ ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. സന്താനങ്ങൾക്ക് മേന്മയുള്ള തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ശുക്ര സൂര്യ പരിപ്രവർത്തനം മൂലം കർമ്മരംഗത്ത് ഉയർച്ച തന്നെയാണ് നിങ്ങൾക്കുള്ളത്. ഗുണകരമായിരിക്കും കർമ്മരംഗം. അഭിമാന ബോധം മൂലം ദോഷകരമായ പലതും സഹിക്കേണ്ടതായിട്ട് വരുന്ന സമയവും കൂടിയാണ് ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങളുടെ വ്യക്തിപ്രഭാവം വർദ്ധിക്കാനായിട്ട് നിങ്ങൾ എന്തിനും തയ്യാറാകുന്നൊരു സമയമാണ്. പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുന്നതിന് മുമ്പേ ഉന്നതരുടെ ഉപദേശം തേടേണ്ടത് അത്യാവശ്യമാണ്. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ ഉപദേശങ്ങൾ നിങ്ങൾ തേടിക്കഴിഞ്ഞാൽ ദുരിതങ്ങളൊക്കെ ഒരുവിധം കുറക്കാനായിട്ട് സാധിക്കുന്നതാണ്. അനാവശ്യ ചിലവുകളൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് പോക്കറ്റ് കാലിയാകാതെ നോക്കേണ്ട ഒരു ബാധ്യത നിങ്ങൾക്ക് വന്നുപെടുന്നതാണ്. ബാധ്യതയല്ല, പോക്കറ്റ് കാലിയാക്കാതെ നോക്കേണ്ടതാണ്. ബന്ധുക്കളകന്ന് മാറുന്ന ഒരു സമയവും കൂടിയാണ് നിങ്ങളുമായിട്ട്. ധീരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ നിങ്ങൾ എടുക്കുന്നതാണ്. വീടിനോട് ചേർന്നിട്ടുള്ള ഭൂമി വാങ്ങാനുള്ള യോഗം ചിലർക്കൊക്കെ കാണുന്നുണ്ട്. പണത്തിന് വേണ്ടി ഭാര്യയുടെ വീട്ടുകാരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ജൂലൈ ആഗസ്റ്റ് മാസം. ദമ്പതിഭാവം ഗുണകരമല്ല. ദമ്പതികൾക്ക് ഒരു മാനസികമായിട്ടുള്ളൊരു അകലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ധനസമ്പാദനത്തിന് വേണ്ടി വഴിവിട്ട് നിങ്ങൾ സഞ്ചരിക്കുന്നതാണ്. എന്തിനും തയ്യാറായി സഞ്ചരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പണത്തിനോട് ദ്രവ്യാഗ്രഹം പ്രായം വർദ്ധിച്ചിരിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് മുൻകോപം ഒന്ന് നിയന്ത്രിക്കേണ്ടതായി വരും. അല്ലെങ്കിൽ ഒത്തിരി ദോഷഫലങ്ങൾ നിങ്ങളുടെ ഈ മുൻകോപം മൂലം നിങ്ങൾക്ക് ക്ഷണിച്ചു വരുത്തും. നിങ്ങൾ മാസാവസാനം ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ ജീവിത പങ്കാളിയുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒരുവിധം മാറിക്കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ക്രയവിക്രയങ്ങളിലൊക്കെ സാമ്പത്തിക ലാഭമുണ്ടാക്കാൻ പറ്റുന്ന സമയമാണ്. എന്നാൽ അഷ്ടമത്തിലെ കുജദൃഷ്ടി മൂലം അപകടങ്ങളൊക്കെ തരണം ചെയ്യാൻ സാധിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ഭാഗ്യതാരങ്ങളുടെയൊക്കെ സ്ഥിതി കൊണ്ട് വ്യക്തിഗതമായ ചില നേട്ടങ്ങളൊക്കെ കാണുന്നുണ്ട്. വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഓരോരുത്തരുടെ ഗ്രഹനില പരിശോധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഏറെക്കുറെയൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നൊരു സമയമാണ്. ചില കാര്യങ്ങളിൽ ചില വിഘ്നങ്ങളൊക്കെ ഒഴിച്ചാൽ, കഷ്ടങ്ങളൊക്കെ ഒഴിച്ചാൽ പൊതുവേ ഗുണകരമായിട്ട് നമുക്ക് പറയാവുന്നൊരു ഫലമാണ്. അപ്പോൾ നിങ്ങളുടെ സർവ്വവിധ മംഗളത്തിനും ദോഷഫലങ്ങളൊക്കെ മാറാനുമായിട്ട് നിങ്ങൾ വിഘ്നേശ്വര ഭഗവാനെ പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. വെള്ളിയാഴ്ചകൾ ദിവസങ്ങളിലൊക്കെ വിഘ്നേശ്വര ക്ഷേത്രം ദർശിച്ച് വേണ്ട പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ നിങ്ങളുടെ ദോഷഫലങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും. അപ്പോൾ ഭഗവാന്റെ കാരുണ്യത്താൽ എല്ലാവർക്കും ഗുണകരമായി മാറട്ടെ ഈ സമയം ജൂലൈ ആഗസ്റ്റ് മാസം എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.